ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സോഡാ കുപ്പിയുടെ മൂട് ഉപയോഗിച്ചിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കുക എന്നതാണ്. അപ്പം ഞാനതിന് ഒരു സാറ്റിൻ തുണി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കോട്ടൻ്റെ തുണിയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് തോന്നുന്നു. അപ്പോൾ സാറ്റിൻ തുണി എടുത്തിട്ട് ഇതുപോലെ സോഡാ കുപ്പീൻ്റെ മൂടിൽ ഒന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കട്ടിയിലെ പേപ്പർ എടുത്തിട്ട് ആ സോഡാ കുപ്പീൻ്റെ മൂടിൻ്റെ അടപ്പിന് കണക്കായിട്ട് മുറിച്ചിട്ട് അതിലേക്കും ഈ തുണി തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന കുന്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇങ്ങനെ സൈഡിലൂടെ ആയിട്ട് ഈ ഒരു ലീഫിൻ്റെ എല്ലാം ഷേപ്പിൽ വരുന്ന കുന്ത സ്റ്റോൺ ഇങ്ങനെ ചെരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒട്ടിക്കാനെടുത്ത പശ എന്ന് പറയുന്നത് 7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെരിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഐപ്പിന്നെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിങ്ങനെ പ്ലെയർ വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിതുപോലെ ഒരു വൈറ്റ് മുത്തെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐപ്പിന് ഇങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ മൂന്ന് ഐപ്പിന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു സോഡാ കുപ്പിയുടെ മൂടില്ലേ അടപ്പ്, അതിലേക്ക് ഇതിങ്ങനെ ഗണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം അത് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്ന് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പിടിച്ച് നിന്നാൽ മാത്രമേ നല്ല വൃത്തിക്ക് ഒട്ടി നിൽക്കൂ കേട്ടോ. അപ്പോൾ അത് ഒട്ടുന്ന വരെ ഞാനൊന്ന് പിടിച്ച് നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതുപോലെ മൂന്നും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സോഡാ കുപ്പിയുടെ മൂട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇയറിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാനിതുപോലെ ഒരു ഐപ്പിന്നിൽ ഇതൊരു മുത്ത് മാത്രം വെച്ചിട്ട് അതിൻ്റെ നേരെ സെൻറ്ററിൽ വരുന്ന ആ മുത്തിൻ്റെ നേരെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു കട്ടിയിലെ പേപ്പറിൽ സാറ്റിൻ തുണി ഒട്ടിച്ച് വെച്ചിട്ടില്ലേ, ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും പണിയുള്ളൂ. നമ്മളെ ഇയറിങ്സ് ഇടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മലിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിന് നമ്മളെ ഇയർ ഹുക്കില്ലേ ഇതുപോലെ ഗണിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ഡ്രസ്സിനെല്ലാം മാച്ചായിട്ടില്ല ആ ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അതിനോട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.